ഹലോ ഗായ്സ്, ഹാർഡ് കോർ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയുണ്ട്? കുറേ കാലമായില്ലേ നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ട്. അതൊക്കെ പോട്ടെ, സ്കൂളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതാ ഒരു അടിപൊളി ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഫാം ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മുടെ വേൾഡിൽ കുറേ ബിൽഡപ്പ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മൈനിങ് ഏരിയയാണ്. മൈനിങ് ഏരിയ നമുക്ക് നിർബന്ധമാണ്, കാരണം നമുക്ക് ഒരു ആർമറായിട്ടില്ല. ഇപ്പോൾ ഒരു എവിടെ നിന്നൊക്കെ കിട്ടിയ ഗോൾഡ് ആർമറായിട്ടാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുൾ അയൺ ആർമറും ടൂൾസിൽക്കും അപ്ഗ്രേഡ് ആവണം. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അനിമൽ ബാം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ മൂന്നാമത്തെ ഗോള്. അപ്പം നമുക്ക് ആദ്യത്തെ ഗോളായ മൈനിങ് ഏരിയ ഉണ്ടാക്കാം. അപ്പം ഞാൻ മൈനിങ് ഏരിയ ഈ ഭാഗത്തേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കറക്റ്റ് സൈഡിലേക്കാണ് ഉണ്ടാക്കുന്നത്. അതാണ് കുറച്ച് നല്ലത്. അപ്പോൾ ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്ത് ഇവിടെ ഇതുവരെ ഡേർട്ടൊന്ന് വെച്ച് സെറ്റാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, ഒരു ബ്രോ എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേൾഡിൻ്റെ സീഡൊന്ന് തരുമെന്ന്. സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിലൊന്നും ഇട്ടില്ല. ഇനി ഈ വീഡിയോ മുതൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വേൾഡിൻ്റെ സീഡും വേൾഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഞാൻ മൈനിങ് ഏരിയ ഈ ഭാഗത്തൊക്കെ അയച്ചുണ്ടാക്കണം. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്തെടുക്കട്ടെ. ഓക്കെ, നമ്മളിവിടെ ടെറാഫോം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് ആദ്യം തന്നെ എൻട്രൻസ് ഉണ്ടാക്കാം. എൻട്രൻസ് അതിനുള്ള വുഡൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൈനിങ് ഏരിയ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് സ്റ്റോണും ബാക്കിയുള്ള അങ്ങനത്തെ സ്റ്റോണ് ബ്ലോക്കൊക്കെ വെക്കാം. അങ്ങനെ മൈനിങ് ഏരിയ സെറ്റാക്കാം. പിന്നെ നമുക്ക് സ്പ്രൂസ് ട്രീൻ്റെ സാപ്ലിങ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിന് മേലെ ഒരു വലിയ പിക്കാക്സ് ഉണ്ടാക്കണം. അത് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ സ്പ്രൂസ് ട്രീ ഫൈൻഡ് ചെയ്യാം. അതുവരെ ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ ഈ സ്റ്റോണൊക്കെ വെച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് മൈനിങ് ഏരിയ. അപ്പം നമ്മുടെ മൈനിങ് ഏരിയ ഇതാണ്. എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് പറയാൻ. ഞാനിവിടെ കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ മൈൻ ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുന്ന് വൈ ലെവൽ 16 വരെ മൈൻ ചെയ്യണം. വൈ ലെവൽ -59 വരെയാണ് നമ്മൾ മൈൻ ചെയ്യേണ്ടത്. പക്ഷേ എനിക്കിപ്പോൾ അയണിൻ്റെ ആവശ്യമാണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ വൈ ലെവൽ 16 വരെയാണ് ഇപ്പോൾ മൈൻ ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ ഞാൻ അതുവരെ മൈൻ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. കുറച്ച് ടൈം പിടിക്കും. ഇത് കണ്ട് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്. അനിമൽ ബാമൊക്കെ ഉണ്ടാക്കാണ്ട്. സാറില്ല, നമുക്ക് ഒക്കെ പെട്ടെന്ന് ചെയ്യാം. ഞാൻ വൈ ലെവൽ 16 വരെ മൈൻ ചെയ്യട്ടെ. ഗൈസ്, ഞാൻ കുറച്ച് മൈൻ ചെയ്തിട്ടുണ്ട്. കുറേ സമയം പിടിച്ച്. എന്നിട്ട് ഞാൻ വൈ ലെവൽ 37 വരെ 36 വരെ മൈൻ ചെയ്തിട്ടുള്ളൂ. 36 എത്തിയപ്പോൾ തന്നെ സോംബിയുടെ ക്രീപ്പറിൻ്റെ ഒക്കെ ശബ്ദമുണ്ട്. ക്രീപ്പറല്ല, സോറി, സ്കെൽറ്റൻ്റെ. അതിനർത്ഥം ഇവിടെ അവിടെ ഒരു കേവ് ഉണ്ട് എന്നാണ്. ഇപ്പോൾ ഞാൻ മൈൻ ചെയ്താൽ ചിലപ്പോൾ ഇവിടെ കേവ് കാണും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് മൈൻ ചെയ്യണം. ഇതിൽ ഞാൻ കുറച്ചൊന്ന് മൈൻ ചെയ്ത് നോക്കട്ടെ. ഗൈസ്, അങ്ങനെ ഞാൻ മൈൻ ചെയ്ത് വൈ ലെവൽ 20 ആയപ്പോൾ തന്നെ ഞാനിവിടെ ഒരു അത്ഭുതം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ വലിയ കേവ് ഉണ്ട്. ഇവിടുന്ന് കാണുമ്പോൾ വലുതാവും. അങ്ങോട്ട് ഉള്ളിൽ കണ്ടോ വലിയൊരു കേവ് കാണുന്നുണ്ട്. അവിടെ അങ്ങനെ ഫോഗ് അടിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് വലിയൊരു കേവാണ് കാണുന്നത്. നമ്മളിപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കണില്ല. നമുക്ക് ഇപ്പോൾ അത് സേഫ് അല്ല. ഡയമണ്ടൊക്കെ കിട്ടും. അവിടെ ചെറിയ ലാവ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ അവിടെ ചെറുതായിട്ട് കോളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മൈൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ വൈ 16 വരെ നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വൈ -59 വരെ മൈൻ ചെയ്യണം. ഇനി നമുക്ക് അടുത്ത കോളായ ഫുൾ അയൺ ആർമർ ടൂൾസിലേക്കും നമുക്ക് അപ്ഗ്രേഡ് ആവണം. ഈ ഗോൾഡിൻ്റെ കവചമൊക്കെ മാറ്റിയിട്ട് നമുക്ക് അയണിൻ്റെ കവചമാക്കണം. ഈ അയണൊക്കെ ഇനി ഇവിടെ നിന്ന് സ്മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ആർമറൊക്കെ ഉണ്ടാക്കാം.
പിന്നെ എൻ്റെ ഉള്ള 3 ഏണി ഞാനിവിടെ അതാ കണ്ടോ സ്മെൽട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് ആർമറൊക്കെ ഉണ്ടാക്കാം. അതിന് മുമ്പ് നമുക്ക് നമ്മുടെയുള്ള സ്റ്റോണൊക്കെ വെച്ച് കുറച്ച് ഫർണസ് ഉണ്ടാക്കാം. ഇതിവിടെ അങ്ങോട്ട് നിരത്തി വെക്കാം. നമ്മുടെ അയണൊക്കെ അതാ ഇവിടെ സ്മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ആർമറൊക്കെ ഉണ്ടാക്കാം. ഒരു ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. നമുക്ക് ഈ കവചം അങ്ങോട്ട് ഇടാം. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട്. ഓക്കെ, നമ്മൾ ഫുൾ അയൺ ആർമറിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഫുൾ സേഫാണ്. നമുക്ക് ഈ ഗോൾഡിൻ്റെ ആർമർ തൽക്കാലം എടുത്തൊക്കെ ഇവിടെ. ഇനി നമുക്ക് ഫുൾ അയൺ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മെയിനായിട്ടായ ഒരു പിക്കാക്സ്, ഒരു ആക്സ്, ഒരു ഷവല്, സോഡ്. ഓക്കെ, നമ്മളങ്ങനെ ഫുൾ അയൺ ആർമറും ടൂൾസിൽക്കും മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2ാമത്തെ ഗോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 3ാമത്തെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ഒരു അനിമൽ ബാം ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് സ്പ്രൂസ് ട്രീ വേണം. അപ്പോൾ ഇനി സ്പ്രൂസ് ട്രീ കുറേ തരേണ്ടി വരും. അപ്പോൾ ഈ വേൾഡൊക്കെ ഒന്ന് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ട് സ്പ്രൂസ് ട്രീ കണ്ടുപിടിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഐസ്, അങ്ങനെ നമ്മൾ സ്പ്രൂസ് ട്രീൻ്റെ ബയോമ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എൻ്റെ ഇൻവെൻറ്ററി ഫുള്ളും ആ സ്പ്രൂസ് ട്രീ കട്ട് ചെയ്തെടുക്കണം. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പിക്കാസും ഹോക്കെ ഉണ്ടാവും. നമ്മൾ കടലിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് റോയിൻ്റെ പോർട്ടൽ കണ്ടുപിടിച്ചു. അപ്പോൾ അതിൻ്റെ ചെസ്റ്റിൽ നിന്ന് കിട്ടിയ ലൂട്ടാണിത്. അപ്പോൾ നമുക്ക് ഈ മരമൊക്കെ ഒന്ന് മുറിക്കാം. ഓക്കെ ഐസ്, അങ്ങനെ നമ്മൾ മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോവാം. നമ്മുടെ പിന്നിൽ ഇതാ ഒരു ഡോൾഫിൻ ഇങ്ങനെ പോകണ്ടിട്ടാ. നമുക്ക് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം. എന്നിട്ട് അനിമൽ ബാം ഉണ്ടാക്കാം. ഇതാ കാണുന്ന നമ്മുടെ വീട്. അങ്ങനെ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. ഇത് വീടല്ല, സോറി, വീട് നൈറ്റിലാണ് രസമുണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വേൾഡ് ഇപ്പം തന്നെ കുറേ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ബാം ഞാൻ ഈ ഭാഗത്തായിട്ട് ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. അപ്പോൾ ബാം നമുക്ക് ആ ഭാഗത്തായിട്ട് ഉണ്ടാക്കാം. അവിടെ ഉണ്ടാക്കിയാലും രസം ഉണ്ടാവുമോ അറിയില്ല. രസം ഉണ്ടാവണമല്ലോ, അല്ല അതിൻ്റെ ഒരു ഇത്. അപ്പം ഇനി അതിനുള്ള ആദ്യം ഞാൻ അവിടെ ഒന്ന് ടെറാഫോം ചെയ്യട്ടെ. നമ്മുടെ പിന്നെ ടെറാഫോം ചെയ്യാൻ അധികം ഡേർട്ടൊന്നുമില്ല. വെറും ഇത്ര സ്റ്റാക്ക് ഡേർട്ടുള്ളൂ, വളരെ കുറവാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് ടെറാഫോം ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഈ വുഡൊക്കെ ഇതിൽ വെക്കട്ടെ. ഞാൻ ഇത്രയും വുഡ് എടുത്തുക്കണ്, അത്യാവശ്യം വുഡ് നമ്മൾ എടുത്തുക്കണ്. പിന്നെ അവിടുന്ന് കുറച്ച് സാപ്ലിങ് കൊടുത്ത് നമുക്ക് അവിടെ പോയി വരേണ്ട ആവശ്യം വേണ്ടല്ലോ. ഞാൻ കുറച്ച് സാപ്ലിങ് എടുത്ത് ഇതുകൂടെ ഇരിക്കട്ടെ. പിന്നെ ഗോൾഡ് ബ്ലോക്ക് കുറേ ഐറ്റംസ് കിട്ടി. ഈ ബോട്ട് ഇവിടെ ഇരിക്കട്ടെ. ബാം ഉണ്ടാക്കാനുള്ള വീഡിയോൻ്റെ ലിങ്ക്, ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടുണ്ടാക്കിക്കോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ബാം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഞാൻ ഇവിടെ ഒരു ചെസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ബാം ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ഇനി ഞങ്ങൾ ആ ബാം ഉണ്ടാക്കണതിൻ്റെ ഒരു ചെറിയ ടൈം ലാപ്സ് കണ്ടിട്ട് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ബാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാം. എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഞാനിവിടെ ഒരു മതിൽ പോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതും എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യും. ബാം ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. ഇവിടെ ചിറ്റോറതാ ഇങ്ങനെ ഞാൻ പാത്ത് പോലെ സെറ്റ് ചെയ്ത് ഇവിടെ ഏബിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഹോൾസിനെ വെക്കണത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മോബിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. നമുക്ക് ഇതിൽ കൂടെ കയറാം. ഇതിൽ കൂടെ കയറിയാൽ ഇവിടെ ഹേബിലും ചെസ്റ്റും ബാമല്ല അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ കുറേ ചിക്കുണ്ട്. ഇവരെ ലൂട്ട് ഈ ചെസ്റ്റിക്ക് വരുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത്രയും ലൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ബാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് തന്നെ കുറേ ലൂട്ട് നമുക്ക് സെറ്റായി. പിന്നെ അവിടെ അനിമൽസിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവന് ഒരു കൂട്ട് കിട്ടിയിട്ടില്ല, അത് നമുക്ക് പതുക്കെ സെറ്റ് ചെയ്യാം. ഇവനക്ക് കിട്ടിയിട്ടില്ല.
പിന്നെ നമ്മൾ ഇവിടെ ഒരു ലേഡർ ഉണ്ട്. ഈ ലേഡർ കയറിയാൽ ഇതാ ഇവിടെ ഒരു ബെഡും ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു ഫർണസ്, ഒരു ചെസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഹേബല് ബാരലൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വിൻഡോ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബാമിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഞാൻ ആ മതിൽ പോലെ ഉണ്ടാക്കിയില്ലേ, അത് ഞാൻ നല്ലപോലെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാമിൻ്റെ ടോട്ടൽ ലുക്ക്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ട് എന്നൊന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ലൈക്ക് അടിച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ടോട്ടൽ ലുക്ക്. ഫുള്ള് മതിൽ വെച്ച് നമ്മൾ ഫുള്ള് ടെറാഫോം ചെയ്ത് സെറ്റാക്കി. അപ്പോൾ തന്നെ നമ്മുടെ വേൾഡ് ഇമ്പ്രൂവ് ആയിക്കണ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് അടിച്ച് പൊളിക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനിപ്പോൾ വീഡിയോ ലേറ്റായിട്ട് ഇടുന്നത് കാരണം സ്കൂളും ട്യൂഷനൊക്കെ ആയ കാരണമാണ്. രാവിലെ എണീച്ചാൽ സ്കൂള്, പിന്നെ ട്യൂഷൻ, പിന്നെ അത് കഴിഞ്ഞാൽ വേറെ സമയമൊന്നും കിട്ടില്ല പുറത്ത് പോകാനും അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നമുക്ക് ടൈം കിട്ടില്ല. രാത്രിയായി പിന്നെ പഠിക്കാനൊക്കെ ഇരിക്കണം. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ലീവ് കിട്ടണ ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇനി ഞാൻ ലേറ്റ് ആവാതെ വീഡിയോ ഇടാതെ നോക്കാം എന്തായാലും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രക്കുള്ളൂ. അപ്പം നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.